ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 9ാമത്തെ ദശകം നോക്കാം. 1-ാമത്തെ ശ്ലോകം. സ്ഥിതഃ സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധൗദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാദ് പ്രതിദിശം വിവൃത്താനനശ്ചതുർവദനദാമഗാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. പദം മുറിച്ച് പറയാം. സ്ഥിതഃ സ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദ് ഇദം അംബുധൗ ഉദിതം ഇതി അനാലോകയൻ. കുതസ്ഥിതിതമംബുധാ ഉദിതമിത്യനാലോകയൻ തദ് ഈക്ഷണകുതൂഹലാദ് പ്രതിദിശം വിവൃത്ത ആനനഃ ചതുർവദനതാം അഗാദ് വികസദ് അഷ്ടദൃഷ്ടി അംബുജാം. വിവൃത്താനനശ്ചതുർവദനതാം അഗാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. സഹ കമലോദ്ഭവഃ, പത്മസംഭവനായ പത്മത്തിൽ ജനിച്ച ആ ബ്രഹ്മാവ്, തവ അങ്ങയുടെ ഭഗവാന്റെ നാഭിപങ്കേരുഹേ ഹി നാഭികമലത്തിൽ തന്നെ ആ താമരയിൽ തന്നെ സ്ഥിതഃ ഇരുന്നിട്ട് അംബുധൗ സമുദ്രത്തിലെ ഇത് ഈ താമരപ്പൂവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഇരിക്കുന്ന ആ താമരപ്പൂവ്. കുതസ്വിത് എവിടെ നിന്ന് ഉദിതം ഉയർന്നു വന്നു. ഈ താമരപ്പൂവ് ഇതിപ്പോൾ എന്തിൽ നിന്ന് എങ്ങനെ ഉണ്ടായി. ഇതി അനാലോകയൻ എന്ന് കാണാതെ മനസ്സിലാകാതെ തത് ഈക്ഷണകുതൂഹലാത് അത് അറിയാനുള്ള കൗതുകത്തോടു കൂടിയിട്ട് പ്രതിദിശം ദിക്കുതോറും 4 ഭാഗത്തേക്കും വിവൃത്താനനഃ മുഖത്തെ തിരിച്ചിട്ട് ആനനം മുഖം വികസിച്ച അഷ്ടദൃഷ്ടി അംബുജാം വികസിച്ച 8 കണ്ണുകളോടുകൂടിയ ചതുർവദനതാം 4 മുഖമുള്ളവനായിട്ട് നാൻമുഖൻ എന്ന അവസ്ഥയെ അഗാദ് പ്രാപിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ടായത് എന്ന് പറയുന്നു. ഇനി 2ാമത്തെ ശ്ലോകം. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാദ്. പദമുറിച്ച് പറയാം. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായഃ ഹ്യഹം കുതസ്വിദിതം അംബുജം സമജനീതി ചിന്താമഗാദ്. മഹാർണവ വിഘൂർണിതം മഹാസമുദ്രത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന തത് കമലം ആ താമരപ്പൂവിനെ കേവലമായിട്ട് തന്നെ ആ പൂവിന് ആശ്രയമായിട്ട് ഒന്നിനെയും കാണാതെ യാതൊരു ആശ്രയവും ഇല്ലാതായിട്ടു തന്നെ എന്ന് പറയുമ്പോൾ തന്നെ വിലോക്യ കണ്ടിട്ട് അതിന് ആ താമരയ്ക്ക് ആശ്രയമായ തവ തനും തു അവിടുത്തെ ശരീരത്തെയാകട്ടെ ന ആലോകയൻ കണ്ടതുമില്ല. കമലത്തിന് ആശ്രയമായ ഭഗവാനെ കണ്ടില്ല. മഹതി കമലോദരേ, മഹത്തായ വലുതായ കമലോദരേ
താമരപ്പൂവിനുള്ളിൽ നിസ്സഹായ ഹി നിസ്സഹായൻ തന്നെയായ ഏഷ അഹം ഈ ഞാൻ കഹ ആരാണ്. ഇതം അംബുജം ഈ താമരപ്പൂവ് കുതസ്വിത് എന്തിൽ നിന്ന് സമജനി ജനിച്ചു ഉണ്ടായി. ഇതി ചിന്താം അഗാത് എന്ന ചിന്തയിലേക്ക് പോയി എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ചുറ്റും നോക്കിയിട്ട് പെരുങ്കടലിൽ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ താമര ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നത്, ഈ താമരയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഞാൻ ആരാണ് എന്നിങ്ങനെ ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണല്ലേ, ഈശ്വര സാക്ഷാത്കാരം. ഈ ശരീരം ഞാനല്ല, ഇത് എൻ്റേതാണ്. അപ്പോൾ ഞാൻ ആരാണ്, ഈ ശരീരം എൻ്റേതാണെങ്കിൽ അപ്പോൾ ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, അങ്ങനെ ഞാൻ ആരാണ് എന്ന നിരന്തരമായ അന്വേഷണത്തിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് ഈ സൃഷ്ടി. സ്വമാത്രാത്മപ്രസിദ്ധയെ ഭാഗവതം തൻ്റെ തന്നെ അംശമായ ജീവനെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടി. അടുത്തത് 3-ാമത്തെ ശ്ലോകം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. പദം കുറിച്ച് പറയാം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയഃ സ ഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയം അതിമോഹനം പ്രൗഢധീസ്ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹ ഈ താമരപ്പൂവിന് കിമപി കാരണം ഒരു കാരണം സംഭവേത് ഹി എന്തായാലും ഉണ്ടായിരിക്കും. ഇതി എന്ന് കൃതനിശ്ചയ ഹി നിശ്ചയിച്ചുറപ്പിച്ചിട്ട് പ്രൗഢധീഹി പ്രൗഢമായ ബുദ്ധിയോടുകൂടിയ അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ള സഹ ആ ബ്രഹ്മാവ് സ്വയോഗബല വിദ്യയ തൻ്റെ തപശക്തിയാകുന്ന ജ്ഞാനശക്തിയാൽ നാളരന്ധ്ര അധ്വന താമരത്തണ്ടിൻ്റെ സുഷിരത്തിലൂടെ സമവരൂഢവാൻ താഴേക്ക് ഇറങ്ങി അതിമനോഹരമായ ത്വദീയം അങ്ങയുടെ കളേബരം തു ശരീരമാകട്ടെ തിരുവുടലാകട്ടെ ന ദൃഷ്ടവാൻ കണ്ടതുമില്ല. അപ്പോൾ ബ്രഹ്മാവ് താനിരിക്കുന്ന ഈ താമരപ്പൂവിന് നിശ്ചയമായും ഒരു കാരണം ഒരാശ്രയം ഉണ്ടായിരിക്കണമല്ലോ എന്ന് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ബുദ്ധിമാനായ ബ്രഹ്മാവ് തപശക്തിയോടുകൂടിയ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി താഴേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും ഭഗവാന്റെ അതിമനോഹരമായ തിരുവുടൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്തത് 4-ാമത്തെ ശ്ലോകം. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. പദം മുറിച്ച് പറയാം. തതഃ സകലനാളികാ വിവരമാർഗകഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവത് അനുഗ്രഹ ഭവദനുഗ്രഹൈകാഗ്രഹീ. തതഃ അനന്തരം ബ്രഹ്മാവ് സകലനാളികാ വിവരമാർഗകഃ
താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങളിലൂടെയും കടന്നുപോയിട്ട് മാർഗയൻ അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ 100 കൊല്ലം പ്രയാസപ്പെട്ടിട്ടും പ്രയത്നിച്ചിട്ടും കിമപി ഒന്നും തന്നെ ന സന്തൃഷ്ടവാൻ ഏവ കാണാൻ സാധിച്ചില്ല തന്നെ. നിവൃത്യ തിരിച്ചു വന്നിട്ട് കമലോദരെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ സുഖനിഷണ്ണഃ സുഖമായി ഇരുന്നിട്ട് ഏകാഗ്രധീഹി ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് ഭവത് അനുഗ്രഹ ഏക ആഗ്രഹി ഭവദനുഗ്രഹ ഏകാഗ്രഹി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധി ബലം ആദത്തെ സമാധിയിൽ ഇരുന്നു. ആ താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങളിലൂടെയും അത് വന്ന മാർഗത്തെ അന്വേഷിച്ച് അങ്ങനെ 100 കൊല്ലം പ്രയത്നിച്ചിട്ടും ഒന്നും തന്നെ കാണാൻ സാധിക്കാതെ ബ്രഹ്മാവ് താമരപ്പൂവിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അതിൽ സുഖമായിരുന്നിട്ട് ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് എന്ന് പറയുമ്പോൾ ഭഗവാനെ അനുഭവിച്ചറിയണമെങ്കിൽ അന്യചിന്തകളെല്ലാം വിട്ടുകളഞ്ഞിട്ട് വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിനെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് ശേഷശായിയായ ഭഗവാനിൽ ചേർത്ത് നിർത്തണം എന്നാണ്. അപ്പം അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളെയും മാറ്റി നിർത്തിയിട്ട് സമാധിയിൽ ഇരുന്നു എന്ന് പറയുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. ശതേന പരിവത്സരേർദൃഢസമാധിബന്ധോലസത് പ്രബോധവിശദീകൃത സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാം വ്യജഷ്ടപരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം. പദമുറിച്ച് പറയാം. ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധ ഉല്ലസത് പരിവത്സരേ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃതഃ സ ഖലു പത്മിനീ സംഭവഃ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യജഷ്ട പരിതുഷ്ടധീഹി ഭുജഗഭോഗഭാഗ ആശ്രയം പരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം. സ പത്മിനീ സംഭവഃ ഖലു ആ ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സരൈഹി 100 സംവത്സരം കൊണ്ട് ദൃഢസമാധി ഏകാഗ്രതയോടുകൂടിയ സമാധി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് തൻ്റെ ഉള്ളിൽ സകലത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നത്. ദൃഢസമാധി ബന്ധോല്ലസത് ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ഉല്ലസത് പ്രകാശിക്കുന്ന പ്രബോധ ജ്ഞാനം തെളിഞ്ഞ് പ്രകാശിച്ച് വിശദീകൃത മനോമാലിന്യങ്ങളെയെല്ലാം അകറ്റിയിട്ട് പരിതുഷ്ടധീഹി അത്യധികം സന്തോഷിച്ച മനസ്സോടുകൂടിയിട്ട് അദൃഷ്ടചരം മുൻപ് കണ്ടിട്ടില്ലാത്തതും അദ്ഭുതവും ഭുജഗഭോഗ ആശ്രയം ശേഷശായിയുമായ തവ രൂപം അങ്ങയുടെ രൂപം അന്തർദൃശ ഉൾക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടിയാൽ വ്യജഷ്ട ഹി കാണുക തന്നെ ചെയ്തു. ഹി എന്നത് ഉറപ്പിച്ചു പറയാണ്, ദർശിക്കുക തന്നെ ചെയ്തു. അങ്ങനെ 100 സംവത്സരം ഉറച്ച മനസ്സോടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് സമാധിയിലൂടെ മനോമാലിന്യമെല്ലാം അകന്ന് മനസ്സ് പരിശുദ്ധമായപ്പോൾ മുൻപ് കണ്ടിട്ടില്ലാത്തതും അത്യദ്ഭുതവുമായ ആദിശേഷനായ ഭഗവാനെ ബ്രഹ്മാവിന് ദിവ്യദൃഷ്ടിയാൽ ദർശിക്കാൻ സാധിച്ചു. നിരന്തരമായ ധ്യാനത്തിലൂടെ മനോമാലിന്യമെല്ലാം അകന്ന് മനസ്സ് നിർമ്മലമാകുമ്പോൾ തെളിഞ്ഞ കണ്ണാടിയിലെ പ്രതിബിംബം വ്യക്തമായി കാണാൻ സാധിക്കുന്നതുപോലെ ആ മനസ്സിൽ ആത്മജ്ഞാനം പ്രകാശിക്കും. അങ്ങനെ 100 സംവത്സര കാലത്തെ നിരന്തരമായ ധ്യാനത്തിലൂടെ ബ്രഹ്മാവിന് ശേഷശായിയായ ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് ഇവിടെ പറയുകയാണ്. അടുത്തത് 6-ാമത്തെ ശ്ലോകം. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം
കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. പദമറിച്ച് പറയാം. കിരീട മകുട ഉല്ലസത് കടക ഹാര കേയൂരയുങ് മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതല ഉല്ലസത് കൗസ്തുഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുഹു ത്വത് അയി വപുഹു തത് അയി വപുസ്തദയി വപുഹു തത് അയി ഭാവയേ കമല ജന്മനെ ദർശിതം. കിരീട മകുട ഉല്ലസത് കിരീടവും മകുടവും അണിഞ്ഞ് ഉല്ലസത് പ്രകാശിക്കുന്ന കിരീടവും മകുടവും ശിരോലങ്കാരങ്ങളാണ്. രണ്ടിനും ആകൃതിയിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കടക ഹാര കേയൂരം വളകള് മുത്തുമാലകള് കേയൂരം തോൾവളകൾ കേയൂരയുങ് എന്ന് പറയുമ്പോൾ തോൾവളകളും എന്നിവയോടുകൂടിയ കടകം ഹാരം കേയൂരം തോൾവളകൾ എന്നിവയോടുകൂടിയ മണിസ്ഫുരിത മേഖലം മണിരത്നം സ്ഫുരിതം തിളങ്ങുന്ന മേഖല അരഞ്ഞാണം രത്നങ്ങളാൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അരഞ്ഞാണം അണിഞ്ഞ് സുപരിവീത പീതാംബരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയ പീതാംബരം മഞ്ഞപ്പട്ട് കളായ കുസുമപ്രഭം കായാമ്പൂവിൻ്റെ കാന്തി ഗളത്തല കണ്ഠപ്രദേശത്ത് കഴുത്തിൽ ഉല്ലസത് മിന്നിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന കൗസ്തുഭം കൗസ്തുഭരത്നം കമല ജന്മനെ താമരയിൽ ജന്മമെടുത്ത ബ്രഹ്മാവിന് ദർശിതം കാട്ടിക്കൊടുത്ത അയി തത് വപുഹു അങ്ങയുടെ ആ തിരുവുടലിനെ ഭാവയെ ഞാൻ ധ്യാനിച്ചുകൊള്ളാം. കിരീടവും മകുടവും കൊണ്ട് മിന്നിത്തിളങ്ങുന്നതും വളകളും മുത്തുമാലകളും തോൾവളകളും എന്നിവയെല്ലാം ധരിച്ച് മോടിയിൽ ചാർത്തിയ മഞ്ഞപ്പട്ടാടയുടെ മുകളിലായിട്ട് രത്നങ്ങളാൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അരഞ്ഞാണവും കായാമ്പൂവിൻ്റെ കാന്തിയോടുകൂടി കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന കൗസ്തുഭരത്നവും ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ഭഗവാനെ അവിടുത്തെ തിരുവുടലിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. കണ്ഠേ വിലസുന്ന കൗസ്തുഭമങ്ങനെ വിസ്തൃതമാം തിരുമാറിടമങ്ങനെ ഹാരം തുളസീവനമാലയങ്ങനെ കങ്കണം പൂണ്ട കരങ്ങളുമങ്ങനെ മഞ്ഞത്തൂകിലാട ചാർത്തിക്കൊണ്ടങ്ങനെ പൊന്നരഞ്ഞാണുകൾ ഭംഗിയോടങ്ങനെ എന്ന് പൂന്താനം. അടുത്തത് 7ാമത്തെ ശ്ലോകം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സ്വഗുണ ബംഹിമാ പാഹിമാം. പദം കുറിച്ച് പറയാം. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാ ദൃശോഃ കുരുഷ്വ ധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണ വർണിത സ്വഗുണ ബംഹിമാ പാഹിമാം. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ വേദസമൂഹങ്ങളാൽ 4 വേദങ്ങൾ വേദാംഗങ്ങൾ ഉപനിഷത്തുക്കൾ എല്ലാം കൂടിയത് വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും ദർശിത വ്യക്തമാക്കപ്പെട്ട പ്രചുര സർവവ്യാപകമായ വർദ്ധിച്ച വൈഭവത്തോടു കൂടിയവനും ശ്രീപതിയും ലക്ഷ്മീവല്ലഭനും
ഹരേ എന്ന് പറയുമ്പോൾ കർമ്മവാസനകളെ തീർത്തും ഇല്ലാതാക്കുന്ന ഭഗവാനെ കൃഷ്ണ ജയ ജയ ജയിച്ചാലും. പ്രഭോ എന്തും ചെയ്യാൻ ശക്തനായ, അല്ലേ, കർത്തും അകർത്തും അന്യഥാ കർത്തും ശക്യ. അങ്ങനെ പ്രഭോ ഭഗവാനെ ദിഷ്ട്യ ഭാഗ്യവശാൽ ദൃശോഹോ ഉപൈഷി കണ്ണുകൾക്ക് വിഷയമായി തീർന്നു എന്ന് പറയുമ്പോൾ കണ്ണുകൾക്ക് ഭഗവത് പദം വിഷയമായി തീർന്നു, ഭഗവാനെ കാണാൻ സാധിച്ചു. ആശു പെട്ടെന്ന് മേ ധിയം എൻ്റെ ബുദ്ധിയെ ഭുവന നിർമ്മിതവും ഭുവനങ്ങളെ ലോകങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കർമ്മഠാം കുരുഷ്വ സാമർഥ്യമുള്ളവനാക്കി തീർത്താലും. ഇപ്രകാരം ദ്രുഹിണ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണബംഹിമ അതിശയമായ മഹിമയോടുകൂടിയ മാം എന്നെ പാഹി രക്ഷിക്കണേ. വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടവനും വർദ്ധിച്ച വൈഭവത്തോടുകൂടിയവനും ലക്ഷ്മീകാന്തനുമായ സകല സന്താപങ്ങളെയും നീക്കിത്തരുന്ന ഹരേ കൃഷ്ണ, അങ്ങ് ഇപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു. അങ്ങയെ എനിക്ക് കാണാൻ സാധിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ലോക സൃഷ്ടി ചെയ്യാനുള്ള സാമർഥ്യത്തെ ഉണ്ടാക്കിത്തരണേ എന്ന് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെയും കാത്തുകൊള്ളണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ലഭസ്വഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനി മയി ച ഭക്തിരത്യുത്കടേത്യുദീര്യഗിരമാദധാ മുദിതചേതസം വേദസം. പദമുറിച്ച് പറയാം. ലഭസ്വ ഭുവനത്രയീരചന ദക്ഷതാം അക്ഷതാം ഗൃഹാണ മദനുഗ്രഹം കുരു തപശ്ച ഭൂയഃ വിധേ ഭവത്വഖിലസാധനി മയി ച ഭക്തിഃ അത്യുത്കടേ ഇതി ഉദീര്യ ഭക്തിരത്യുത്കടേത്യുദീര്യ ഗിരമാദധാ മുദിത ചേതസം വേദസം. ഹേ വിധേ ബ്രഹ്മാവേ, അക്ഷതാം ഒട്ടും കുറവില്ലാത്ത പൂർണ്ണമായ ഭുവനത്രയീരചന ത്രിലോക സൃഷ്ടിക്ക് വേണ്ടതായ ദക്ഷതാം സാമർഥ്യത്തെ കഴിവിനെ ലഭസ്വ നേടിയാലും മത് അനുഗ്രഹം എൻ്റെ അനുഗ്രഹം ഗൃഹാണ നേടിയാലും. ഭഗവാൻ പറയുകയാണ് എൻ്റെ അനുഗ്രഹത്തെ നേടിയാലും. ബ്രഹ്മാവെ എൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനുള്ള സാമർഥ്യത്തെ നേടിയാലും. ഭൂയഃ ച ഇനിയും തപഃ കുരു തപസ് ചെയ്യൂ. നിരന്തരമായ ധ്യാനത്തിൽ ഏർപ്പെടുന്നതാണ് തപസ്. അഖില സാധനി എന്തും സാധിപ്പിച്ചു തരുന്ന മയി ഭക്തി ച എന്നിലുള്ള ഭക്തിയും അത്യുത്കടമായിട്ട് അതിതീവ്രമായിട്ട് ഭവതു നിലനിൽക്കട്ടെ. ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണല്ലേ, ഭക്തി തരണേ ഭഗവാനെ എന്ന്. ഭക്തിയിലൂടെ ജ്ഞാനമുണ്ടാകുന്നു, തദ്വാര വൈരാഗ്യവും. ഇതി ഗിരം ഈ വാക്കിന് എന്നിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ എന്ന വാക്കിനെ ഉദീര്യ പറഞ്ഞിട്ട് വേദസം ബ്രഹ്മാവിനെ മുദിത ചേതസം ആദധാഹ അതിസന്തുഷ്ടനാക്കി തീർത്തു. നിരന്തരമായ ധ്യാനത്തിലൂടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനോമാലിന്യങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ആത്മജ്ഞാനം തെളിഞ്ഞു വരുന്നതാണ്. ശരിയായ അറിവ് പുറമെ എത്ര തിരഞ്ഞാലും കിട്ടിയെന്ന് വരില്ല. അതിന് അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാൻ സൃഷ്ടി ചെയ്യാനുള്ള സാമർഥ്യത്തെ, അക്ഷതമായ സാമർഥ്യത്തെ നൽകിയ ശേഷം വീണ്ടും തപസ്സു ചെയ്യാൻ തന്നെ ബ്രഹ്മാവിനെ പ്രേരിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിതീവ്രമായ ഭക്തിയെയും ഭഗവാനിൽ നിന്ന് നേടിയെടുത്ത ബ്രഹ്മാവ് അത്യധികം സന്തോഷിച്ചു എന്ന് മേൽപ്പത്തൂര് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം.
ശതം കൃതതപാസ്തതഃ സ ഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാഥസി പീതവാൻ. പദം മുറിച്ച് പറയാം. ശതം കൃതതപാസ്തതഃ സ ഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവത് ബല വിജൃംഭിത പവന പാതസി പീതവാൻ. തതഃ സ ഖലു പിന്നീട് ആ ബ്രഹ്മാവാവട്ടെ ശതം ദിവ്യസംവത്സരാൻ 100 ദിവ്യസംവത്സരം മുഴുവനും കൃതതപാഹ തപസ് ചെയ്തിട്ട് പൂർവാധികം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ തപോബലം തപശക്തിയെയും മതിബലം ച മനഃശക്തിയെയും ബുദ്ധിശക്തിയെയും അവാപ്യ ച നേടുകയും ചെയ്തിട്ട് പങ്കജം താമരപ്പൂവിനെ പയസി ജലത്തിൽ എന്ന് പറയുമ്പോൾ കാരണജലത്തിൽ വായുനാ കമ്പിതം കാറ്റുകൊണ്ട് ഇളകുന്നതായിട്ട് കമ്പിതം ഇളകുന്നത് ഉദീക്ഷ്യ കില കണ്ടുവല്ലോ ഭവദ്ബലഃ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് വിജൃംഭിത വർദ്ധിച്ച ശക്തിയോടുകൂടി പവന പാഥസി കാറ്റിനെയും ജലത്തെയും പീതവാൻ കുടിച്ചു. കാറ്റിനെയും ജലത്തെയും ഒരുപോലെ കുടിച്ചു. അപ്പോൾ 100 സംവത്സരങ്ങൾ ആ ബ്രഹ്മദേവൻ തപസ് ചെയ്തിട്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ തപോബലവും മനഃശക്തിയും ആർജിച്ചിട്ട് വേണ്ടത്ര ശക്തിയെ നേടിയതിന് ശേഷം ജലത്തിൽ നിന്നിരുന്ന ആ താമര കാറ്റിനാൽ ചലിക്കുന്നതായി കണ്ടിട്ട് ഭഗവത് കൃപയാൽ വർദ്ധിച്ച തപോബലത്തിൻ്റെ പ്രഭാവത്തോടു കൂടിയിട്ട് ആ കാരണജലത്തെയും വായുവിനെയും ബ്രഹ്മാവ് കുടിച്ച് വറ്റിച്ചു എന്ന് പറയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രഗൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. പദം മുറിച്ച് പറയാം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രഗൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരഃ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയ ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. പുനഃ സ പിന്നീട് ആ ബ്രഹ്മാവ് തവ കൃപയാ ഏവ അവിടുത്തെ കാരുണ്യം കൊണ്ട് തന്നെ തേ സരസിജേന ഏവ ആ നാഭികമലം കൊണ്ട് തന്നെ ഭുവനത്രയീം ത്രൈലോക്യത്തെ പ്രഗൽപ്യ നിർമ്മിച്ചിട്ട് പ്രജാനിർമ്മിതൗ പ്രജകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പ്രവവൃതേ ഏർപ്പെട്ടു. ഗുരുമരുത്പുരാധീശ്വര ഗുരുവായൂരപ്പ ത്വം അവിടുന്ന് തഥാവിധ അപ്രകാരമുള്ള കൃപാഭരഃ കാരുണ്യം നിറഞ്ഞ ഗുരുദയ ഗുരു വർദ്ധിച്ച അപ്പോൾ ഗുരുദയ വർദ്ധിച്ച ദയ ഉക്ഷിതൈഹി കുതിർന്ന ഉക്ഷിതൈഹി ഈക്ഷിതൈഹി കാരുണ്യത്താൽ കുതിർന്ന നോട്ടത്താൽ ആശു പെട്ടെന്ന് തന്നെ മാം പരിപാഹി എന്നെ രക്ഷിക്കണേ. അപ്പോൾ മേൽപ്പത്തൂര് പറയുകയാണ് ഭഗവാനെ അങ്ങയുടെ വർദ്ധിച്ച കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവിന് ത്രൈലോക്യത്തെ നിർമ്മിക്കാനും സൃഷ്ടി നടത്താനുമൊക്കെ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം അഴിഞ്ഞൊഴുകുന്ന നോട്ടം കൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.